Welcome back to the new part of the chapter Rational Numbers. Today let us discuss some properties of rational numbers. Properties of rational numbers. Rational numbers in the 8 property ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. First one, closure property, then commutativity, then associativity, then additive identity, multiplicative identity, additive inverse, multiplicative inverse and distributive property. ഓരോ പ്രോപ്പർട്ടിയും 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്ലോഷർ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ പാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്തമാറ്റിക്സിലെ 4 ബേസിക് ഓപ്പറേഷൻസ്: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഈ 4 ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ ഓരോ പ്രോപ്പർട്ടിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലോഷർ പ്രോപ്പർട്ടി ആണെങ്കിലും അസോസിയേറ്റിവിറ്റി, കമ്മ്യൂട്ടേറ്റീവ്, ഇങ്ങനെയുള്ള ഓരോ പ്രോപ്പർട്ടീസും ഈ 4 ഓപ്പറേഷൻസും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസൊക്കെ റാഷണൽ നമ്പേഴ്സ് ഫോളോ ചെയ്യുന്നില്ല എന്ന് ചെക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ക്ലോഷർ പ്രോപ്പർട്ടി അണ്ടർ അഡീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ അഡീഷൻ്റെ കേസിൽ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് 2 റേഷൻ നമ്പർ എടുത്ത് ആഡ് ചെയ്താലും അതിൻ്റെ സമ്മ്, അതായത് ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട്, ആൻസർ നമുക്ക് വീണ്ടും റേഷണൽ നമ്പർ തന്നെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദി സെറ്റ് ഓഫ് റേഷണൽ നമ്പേഴ്സ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ, അല്ലെങ്കിൽ റേഷണൽ നമ്പേഴ്സ് സാറ്റിസ്ഫൈസ് ദി ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ. For example, let us take any 2 rational number, that 2 by 3 and 3 by 4. നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 2 by 3 plus 3 by 4. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. ഇത് സെയിം ഡിനോമിനേറ്റർ അല്ല. അപ്പോൾ നമ്മൾ LCM കാണണം. LCM ഓഫ് 3 and 4 is 12. അപ്പോൾ നമ്മൾ 2 by 3ൻ്റെ ഇക്വാലൻ ഫ്രാക്ഷൻ കാണണം. 2 by 3ൻ്റെ ഇക്വാലൻ ഫ്രാക്ഷൻ നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ 12 ആവണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 into 4 ഇവിടെ 8 വരും by 12 പ്ലസ് ഈ 4 12 ആക്കണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ന്യൂമറേറ്ററിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 8 + 9 by 12. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 17 by 12. നമുക്ക് 2 by 3 plus 3 by 4 ഈ 2 റേഷണൽ നമ്പർ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടാണ് 17 by 12. നോക്കാം. 17 നമുക്കറിയാം റേഷണൽ നമ്പർ ആണോന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? റേഷണൽ നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് എന്ത് ഫോമിൽ കിട്ടണം? P/Q ഫോമിലായിരിക്കണം. P, Q ആർ ഇൻറ്റീജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ P/Q എന്ന് പറയുന്നത് ഒരു റേഷണൽ നമ്പറാണെന്ന് പറയാം. ഇവിടെ നമുക്ക് 17 ഒരു ഇൻറ്റീജറാണ്, 12 ഒരു ഇൻറ്റീജറാണ്, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ 17 by 12 ഈസ് ഓഫ് ദി ഫോം P/Q വിത്ത് PQ ആർ ഇൻറ്റീജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. ഓർ വി ക്യാൻ സേ 17 by 12 ഈസ് എ റേഷണൽ നമ്പർ. അപ്പോൾ നിങ്ങളിനി ഏത് എക്സാമ്പിൾ എടുത്ത് ഏത് 2 റേഷണൽ നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ ഒരു റേഷണൽ നമ്പർ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? റേഷണൽ നമ്പേഴ്സ് ഫോളോ ഓർ സാറ്റിസ്ഫൈ ദി ക്ലോഷർ പ്രോപ്പർട്ടി അണ്ടർ അഡീഷൻ. നമ്മൾ അഡീഷൻ്റെ കേസാണ്. അപ്പോൾ ആഡ് ചെയ്തപ്പോൾ 2 റേഷണൽ നമ്പർ ആഡ് ചെയ്തപ്പോൾ വീണ്ടും റേഷണൽ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. ഇത് ഏത് 2 റേഷണൽ നമ്പേഴ്സ് എടുത്ത് ചെയ്താലും നമുക്ക് വീണ്ടും എന്ത് തന്നെയാണ് കിട്ടുക? ആൻസർ റേഷണൽ നമ്പർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് സബ്ട്രാക്ഷൻ്റെ കേസ് നോക്കാം. ഓക്കെ, ലെറ്റ് us take an example. 1 by 2 minus 2 by 7. നമ്മൾ 2 റേഷണൽ നമ്പർ എടുത്താണ് എക്സാമ്പിളിന് വേണ്ടി. ഫസ്റ്റ് 1 by 2 ആൻഡ് സെക്കൻഡ് 2 by 7. ഇവരുടെ ഡിഫറൻസ് അല്ലെങ്കിൽ 1 by 2 2 by 7 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക നോക്കാം. അപ്പോൾ നേരത്തെ എന്താണ് ഇവിടുത്തെ ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ് ആൻഡ് ദേ ആർ ഓൾസോ കോപ്രൈം. സോ LCM കാണാൻ നമുക്ക് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 into 7 14. സോ ന്യൂമറേറ്റർ ഇവിടെ നമ്മൾ 7 കൊണ്ട് ചെയ്യണം. 1 into 7 7 ആൻഡ് ഇവിടെ 2നെ കൊണ്ട് ചെയ്താൽ 2 into 2 4. 7 minus 4 is 3 by 14. നമുക്ക് ആൻസർ കിട്ടിയത് 3 by 14 ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ഫോമാണ്? P/Q ഫോം തന്നെയാണ് വന്നിട്ടുള്ളത്. 3 and 14 ദേ ആർ ഇൻറ്റീജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. സോ സബ്ട്രാക്ട് ചെയ്തപ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് ആൻസർ കിട്ടിയത്? വി ഗെറ്റ് അഗെയിൻ എ റേഷണൽ നമ്പർ. ഇനി ഏത് 2 റേഷണൽ നമ്പർ സബ്ട്രാക്ട് ചെയ്താലും നമുക്ക് അതിൻ്റെ ആൻസർ റേഷണൽ നമ്പർ തന്നെ ആയിരിക്കും കിട്ടുക. വി ക്യാൻ സേ റേഷണൽ നമ്പേഴ്സ് സാറ്റിസ്ഫൈ ദി ക്ലോഷർ പ്രോപ്പർട്ടി അണ്ടർ സബ്ട്രാക്ഷൻ. നെക്സ്റ്റ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാം.
നമുക്ക് രണ്ട് റേഷണൽ നമ്പേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റത്തെ റേഷൻ നമ്പർ -2/3 ആൻഡ് സെക്കൻഡ് റേഷൻ നമ്പർ ഈസ് 9/2. ഇതിൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്, ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു -18/6. നമുക്കൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 6 3 ടൈംസ് ഇതിൽ 1 ടൈം, സോ -3/1 ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു -3 ഓർ -3/1. ഇത് എന്തുതന്നെയാണ്, P/Q ഫോമാണ്. ന്യൂമറേറ്റർ P ഈസ് ഈക്വൽ ടു -3. ഇതാണ് നമ്മുടെ P. -3 എന്താണ്, ഒരു ഇൻറ്റീജറാണ്, നെഗറ്റീവ് ഇൻറ്റീജർ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇറ്റ് ഈസ് ആൻ ഇൻറ്റീജർ ആൻഡ് Q ഈസ് ഈക്വൽ ടു 1, that is also an integer. So this the result or the product of these two rational number is again a rational number. സോ നമ്മൾ ഏത് രണ്ട് റേഷൻ നമ്പർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആൻസർ എന്ത് തന്നെയാണ് കിട്ടുക, റേഷൻ നമ്പറാണ് കിട്ടുക. നമ്മൾ എത്ര എക്സാമ്പിൾസ് ചെയ്ത് നോക്കിയാലും നമുക്ക് ഈ അഡീഷൻ്റെ കേസിലും സബ്ട്രാക്ഷൻ്റെ കേസിലും അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും ഏത് രണ്ട് റേഷൻ നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും സബ്ട്രാക്റ്റ് ചെയ്താലും നമ്മുടെ ആൻസർ എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും, റേഷണൽ നമ്പർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഫോളോസ് ക്ലോഷർ പ്രോപ്പർട്ടി അണ്ടർ അഡീഷൻ, അണ്ടർ സബ്ട്രാക്ഷൻ ആൻഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഇനി നമുക്ക് ഡിവിഷൻ്റെ കേസ് നോക്കാം. ഡിവിഷനിൽ ഇങ്ങനെ തന്നെയാണോ നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. -7/2 ഡിവിഷൻ 3/4. സോ ഡിവിഷൻ്റെ റൂൾ അനുസരിച്ച് ഫസ്റ്റ് റേഷൻ നമ്പറിന് ചേഞ്ച് ഒന്നും വരുന്നുണ്ട്. ഡിവിഷൻ ബിക്കം മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് 3/4 അതിനെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ള 4/3 എഴുതണം. ദെൻ -7 ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ 2 and 4 ഇത് ക്യാൻസൽ ചെയ്യാം. 2 1s are 2 2s are. സോ ആൻസർ -7 × 2 ഇറ്റ് ഈസ് -14/3. നമുക്കിവിടെ റേഷണൽ നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വേറെ ഒരു എക്സാമ്പിളും കൂടി ചെയ്ത് നോക്കാം. നമുക്ക് ഒരു റേഷൻ നമ്പർ 1/2 എടുക്കാം. അടുത്ത റേഷൻ നമ്പർ 0. നമുക്ക് എല്ലാ റേഷൻ നമ്പേഴ്സിനും നമുക്കിത് ശരിയാണെന്ന് കാണിക്കണം. അപ്പം നമുക്ക് റേഷൻ നമ്പേഴ്സിൻ്റെ കളക്ഷനിൽ ആരുണ്ട്, 0 ഉണ്ട്. എന്താണ് ഹാഫ് ഡിവിഷൻ 0? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് ഡിഫൈൻഡ്. 0 കൊണ്ടുള്ള ഡിവിഷൻ നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇത് നമ്മളിപ്പോൾ ഡെഫിനേഷൻ അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് ഹാഫ് ഇൻറ്റു 0ൻ്റെ റെസിപ്രോക്കൽ എന്താ വരിക, 0 മീൻസ് 0/1 ആണ്. അപ്പോൾ 1/0 എന്ന് വരും. പക്ഷേ ഈ 1/0 എന്ന് പറയുന്ന നമ്പർ നമുക്ക് എന്താണെന്നല്ല, നമ്മളത് ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്താ പറയുക, ഈ ഡിവിഷൻ ചെയ്ത് ഈ രണ്ട് റേഷണൽ, ഇത് ഹാഫും 0 ഇത് രണ്ട് റേഷണൽ നമ്പറാണ്, അത് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഒരു റേഷണൽ നമ്പറാണോ അല്ല എന്നോ നമുക്കൊന്നും പറയാനില്ല. കാരണം എന്താ, 1/0 ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്, അത് നമുക്ക് എന്താണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഡിവിഷൻ്റെ കേസിൽ നമുക്ക് ഈ ഒരു റേഷണൽ നമ്പർ, ഇത് 0 എന്ന റേഷണൽ നമ്പർ എടുത്ത് നമ്മൾ ഡിവിഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി പറയാൻ കഴിയില്ല. ബാക്കി ഏത് റേഷൻ നമ്പർ എടുത്ത് നമ്മൾ ഡിവൈഡ് ചെയ്താലും നമുക്കതിൻ്റെ ആൻസർ എപ്പോഴും എന്തുതന്നെയാണ് വരിക, റേഷണൽ നമ്പറാണ് വരിക. പക്ഷേ ഈ രണ്ടാമത്തെ നമ്പർ, ഈ ഒരു എക്സാമ്പിൾ ഹാഫ് ഡിവിഷൻ 0 അല്ലെങ്കിൽ 7/4 ഡിവിഷൻ 0 അല്ലെങ്കിൽ -2/3 ഡിവിഷൻ 0, ഇങ്ങനത്തെ കേസിൽ നമുക്ക് എന്തല്ല, ഇത് റേഷണൽ നമ്പറാണ് ഇതിൻ്റെ ആൻസർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സോ ഈ 0 നമ്മൾ ഒഴിവാക്കി പിടിക്കണമെങ്കിൽ നമുക്ക് ഏത് രണ്ട് റേഷൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ 0 എടുക്കാതെ ബാക്കി എല്ലാ കേസും നമുക്ക് എന്താണെന്ന് വരുന്നത്, ആൻസർ റേഷൻ നമ്പർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, റേഷൻ നമ്പേഴ്സ് സാറ്റിസ്ഫൈ ദി ക്ലോഷർ പ്രോപ്പർട്ടി അണ്ടർ ഡിവിഷൻ എക്സെപ്റ്റ് അറ്റ് 0 or except for the number 0. 0 എന്ന റേഷൻ നമ്പറിൽ ഒഴികെ വേറെ ഏത് റേഷണൽ നമ്പേഴ്സ് എടുത്ത് ഡിവൈഡ് ചെയ്താലും നമുക്ക് റേഷണൽ നമ്പേഴ്സ് തന്നെയാണ് കിട്ടുക. അപ്പോൾ 0യെ നമ്മളൊന്ന് എക്സ്ക്ലൂഡ് ചെയ്താൽ, ആ കളക്ഷന് റേഷൻ നമ്പേഴ്സിൻ്റെ കളക്ഷൻ നമ്മൾ 0യെ മാറ്റി നിർത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് സാറ്റിസ്ഫൈസ് ദി ക്ലോഷർ പ്രോപ്പർട്ടി. പക്ഷേ 0 അതിനോട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരാൾ ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എല്ലാവരും ഇറ്റ് ഫോളോസ്
ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ നമുക്കിതിന് ഓപ്പോസിറ്റായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുള്ള ആ നമ്പറിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്ക്ലൂഡ് ചെയ്യാം. നമുക്ക് 0 ആണല്ലോ പ്രോബ്ലം അല്ലേ. 0നെ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? rational numbers follow the or satisfy the closure property under division എന്ന് പറയാം. So in general we can say if a comma b are two rational numbers, then a plus b is also a rational number, and a comma b are rational numbers, then a minus b is also a rational number. A comma b are rational numbers, then a into b is also a rational number. But a comma b are rational number, okay, b not equal to 0, then we can say a division b is a rational number. ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ എ ആൻഡ് ബി. അതായത് ഏത് രണ്ട് റേഷണൽ നമ്പേഴ്സ് എടുത്താലും എന്താണ് അവരുടെ സം എ പ്ലസ് ബി എഗെയിൻ എ റേഷണൽ നമ്പറാണ്. ആ കളക്ഷനിൽ തന്നെ ഉണ്ടായിരിക്കും. ഏത് രണ്ട് റേഷണൽ നമ്പർ എടുത്ത് അതിന് ഡിഫറൻസും റേഷണലാണ്, അവരുടെ പ്രോഡക്റ്റും റേഷണലാണ്. പിന്നെ എന്താണ് ഡിവിഷൻ പറയുന്ന കേസിൽ നമുക്ക് എന്ത് പറയാൻ കഴിയില്ല? എല്ലാ റേഷണൽ നമ്പേഴ്സിനും നമുക്ക് എ ഡിവിഷൻ ബി റേഷണലാണെന്ന് പറയാൻ കഴിയില്ല. ബി 0 അല്ലാത്ത കേസിൽ നമ്മൾ 0 എന്നുള്ള നമ്പർ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഒഴിവാക്കി പിടിക്കുകയാണെങ്കിൽ, ബാക്കി എല്ലാ റേഷണൽ നമ്പേഴ്സിൻ്റെയും കേസിൽ എ ഡിവിഷൻ ബി ഒരു റേഷണൽ നമ്പറാണ്. എ പ്ലസ് ബി ബിലോങ്സ് ടു ക്യൂ, എ മൈനസ് ബി ബിലോങ്സ് ടു ക്യൂ, എ ഇൻറ്റു ബി ഓൾസോ ബിലോങ്സ് ടു ക്യൂ, ആൻഡ് എ ഡിവിഷൻ ബി ബിലോങ്സ് ടു ക്യൂ where b not equal to 0. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പറയാൻ കഴിയൂ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മളെ റേഷണൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ ക്യൂ ഇറ്റ് സാറ്റിസ്ഫൈ ദ ക്ലോഷർ പ്രോപ്പർട്ടി അണ്ടർ അഡീഷൻ, ഇറ്റ് സാറ്റിസ്ഫൈ ദി ക്ലോഷർ പ്രോപ്പർട്ടി അണ്ടർ സബ്ട്രാക്ഷൻ, and it satisfies the closure property under multiplication, and it does not satisfy the closure property under division. പക്ഷെ നമ്മൾ 0യെ എക്സ്ക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ക്യൂ എന്ന റേഷണൽ നമ്പേഴ്സിൻ്റെ കളക്ഷനിൽ നിന്നും 0യെ ഒഴിവാക്കി ബാക്കി എല്ലാ നമ്പേഴ്സും മാത്രം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? റേഷണൽ നമ്പേഴ്സ് ക്ലോസ്ഡ് അണ്ടർ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ എന്ന് പറയാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്ലോഷർ എന്നുള്ള വേർഡ് ക്ലോസ് എന്നുള്ള വേർഡിൽ നിന്ന് വന്നതാണ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലൊരു കളക്ഷനാണുള്ളത്, റേഷൻ നമ്പേഴ്സിൻ്റെ കളക്ഷൻ എടുത്തിട്ടാണല്ലോ നമ്മളിതെല്ലാം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കളക്ഷൻ്റെ ഉള്ളിൽ തന്നെ വരണം എന്നുള്ള അർത്ഥത്തിലാണ് ഈ ക്ലോഷർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ കളക്ഷൻ്റെ പുറത്ത് പോകാൻ പാടില്ല. നമ്മളെ ആൻസർ നമ്മൾ ആ കളക്ഷൻ്റെ പുറത്തുള്ള വേറൊരു നമ്പർ കിട്ടാൻ പാടില്ല. ആഡ് ചെയ്താലും സബ്ട്രാക്റ്റ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും നമ്മൾ എടുക്കുന്ന അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ അതിൽ തന്നെ അതിൻ്റെ ആൻസേഴ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് സാറ്റിസ്ഫൈ ദ ക്ലോഷർ പ്രോപ്പർട്ടി അണ്ടർ ദാറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഈ 3 ഓപ്പറേഷനിലും റേഷൻ നമ്പേഴ്സ് ഓക്കെയാണ്. പക്ഷേ 4ാമത്തെ ഡിവിഷനിൽ മാത്രമാണ് നമുക്ക് പ്രോബ്ലം ഉള്ളത്. കാരണം 0 വരുമ്പോൾ എന്താണ്? നമുക്കതിൻ്റെ ആൻസർ എപ്പോഴും റേഷണൽ നമ്പറിൻ്റെ കളക്ഷനിൽ തന്നെ കിട്ടുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 0 എക്സ്ക്ലൂഡ് ചെയ്താൽ മാത്രമേ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഈ കളക്ഷനിൽ തന്നെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഈ റേഷൻ നമ്പേഴ്സിൻ്റെ കളക്ഷന് പകരം ഞാൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ എടുക്കാം. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ നിങ്ങൾക്കറിയാം, എന്നെ ഇറ്റ്സ് കളക്ഷൻ ഓഫ് 1 2 3 എക്സെട്ര ഈ നമ്പേഴ്സാണല്ലോ. ഇതിൽ നമുക്ക് സബ്ട്രാക്ഷൻ എന്നുള്ള റൂൾ എടുക്കാം. ഇതിൽ ഞാൻ എക്കും ബിക്കും എ ഈക്വൽ ടു 1 ആൻഡ് ബി ഓൾസോ ഈക്വൽ ടു 1 എടുക്കുകയാണ്. എന്താണ് എ മൈനസ് ബി? എ മൈനസ് ബി ഈസ് 1 - 1 ഈക്വൽ ടു 0. നോക്കുക, എയുടെയും ബിയുടെയും വാല്യൂ 1 ആണ്. അത് നമ്മൾ കളക്ഷനിൽ നിന്ന് എടുത്തത്. പക്ഷേ അതിൻ്റെ ആൻസർ എന്താ കിട്ടിയത്? 0. പക്ഷേ 0 നാച്ചുറൽ നമ്പറിൻ്റെ കളക്ഷനിലുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്താണ് നാച്ചുറൽ നമ്പർ ഈസ് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താ? അതിൻ്റെ ചില കേസുകളിൽ ഇതിൻ്റെ ആൻസർ നമ്മുടെ കളക്ഷൻ്റെ ഉള്ളിൽ തന്നെ വരുന്നില്ല, പുറത്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ്. ഡിവിഷൻ്റെ കേസിൽ നോക്കാം. ഡിവിഷൻ എടുക്കുകയാണെങ്കിൽ എ ഈക്വൽ ടു 1 ആൻഡ് ബി ഈക്വൽ ടു 2 ആണെന്ന് വിചാരിക്കുക. എ ഡിവിഷൻ ബി, എ ഡിവിഷൻ ബി എന്താ വരിക? 1/2.
ഓക്കെ, ഇങ്ങനൊരു ഫ്രാക്ഷൻ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷനിൽ ഒരിക്കലും വരുന്നില്ല. നമ്മൾ എടുത്ത നമ്പർ 1ഉം 2 ആണ്. ഇവർ രണ്ടുപേരും നാച്ചുറൽ നമ്പർ തന്നെയാണ്. പക്ഷേ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2 എന്തിൽ വരുന്നില്ല? നാച്ചുറൽ നമ്പറിൻ്റെ കളക്ഷനിൽ വരുന്നില്ല. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് പറയാൻ കഴിയില്ല? ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇതാണ്, അതായത് നമ്മൾ ഏതാണോ നമ്മുടെ കളക്ഷൻ, ആ കളക്ഷനിലെ 2 നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ. എന്നിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് വീണ്ടും ആ കളക്ഷനിൽ തന്നെ വരുവാണെങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ക്ലോസ്ഡ് ആണ്, അല്ലെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ പറയുന്ന ഒപ്പം തന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഏത് ഓപ്പറേഷനാണോ യൂസ് ചെയ്തത്, അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ഏതാണോ യൂസ് ചെയ്തത്, ആ ഒരു ഓപ്പറേഷൻ്റെ കാര്യം കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അണ്ടർ ദിസ് ഓപ്പറേഷൻ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. കാരണം ചില അഡീഷൻ്റെ കേസിൽ ഇപ്പോൾ നാച്ചുറൽ നമ്പറിൽ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഏത് 2 നാച്ചുറൽ നമ്പർ എടുത്ത് ആഡ് ചെയ്താലും നമുക്ക് അതിൻ്റെ റിസൾട്ട് ഈ നാച്ചുറൽ നമ്പറിൽ തന്നെയാണ് വരിക. അപ്പോൾ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഓൾസോ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ബട്ട് സബ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ ഈ 2 കേസിൽ ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ്. അപ്പോൾ ഈ ക്ലോഷർ പ്രോപ്പർട്ടി പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഓപ്പറേഷനും നമ്മളവിടെ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ട് കമ്മ്യൂട്ടേറ്റിവിറ്റി ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ 4 ബേസിക് ഓപ്പറേഷൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓരോ ഓപ്പറേഷനിലും ഇത് ഈ നമ്മുടെ റേഷൻ നമ്പേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് റൂള് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് അഡീഷൻ എടുക്കാം. അഡീഷൻ നമ്മൾ ഈ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 റേഷൻ നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്താൽ അതിൻ്റെ ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്താലും അതിൻ്റെ ആൻസർ മാറുന്നില്ല എന്നാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 2 നമ്പേഴ്സ് എടുക്കാം. 2,3. 2 + 3 = 5 ആണ്. 3 + 2 എന്താണ്? 3 + 2 ഈസ് ഓൾസോ = 5. അതായത് 2 + 3 = 3 + 2. ഫസ്റ്റ് പ്ലസ് സെക്കൻഡിനെ നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്ത് സെക്കൻഡ് പ്ലസ് ഫസ്റ്റ് എന്ന് എഴുതിയപ്പോഴും ആൻസർ എന്ത് തന്നെയാണ് വന്നിട്ടുള്ളത്? സെയിം ആണ്. ഇങ്ങനെ ഓർഡർ ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് പ്ലസ് ഫസ്റ്റ് ഇങ്ങനെ ഓർഡർ ചേഞ്ച് ചെയ്താലും ആൻസർ മാറുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? കളക്ഷൻ ഫോളോസ് ഓർ സാറ്റിസ്ഫൈ ദ പ്രോപ്പർട്ടി ഓഫ് കമ്മ്യൂട്ടേറ്റിവിറ്റി. ഇനി നമുക്ക് എക്സാമ്പിൾസ് റേഷൻ നമ്പേഴ്സിൽ 1-2 എക്സാമ്പിൾസ് നോക്കാം. P/Q ഫോമുള്ള നമ്പേഴ്സ് എടുത്ത് തന്നെ നമുക്ക് ചെയ്യാം. 2/5 + 7/3. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. സോ LCM = 15. സോ ഇവിടുത്തെ 5നെ 15 ആക്കണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിന് അതുകൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 3s are 6 പ്ലസ് 7ന് ഇവിടെ 3 ആണ് ഡിനോമിനേറ്റർ, അത് 15 ആണെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 7നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 7 5s are 35. ആൻഡ് ആൻസർ ഈസ് 41/15. ഇനി നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഫസ്റ്റ് 7/3 എഴുതാം പ്ലസ് 2/5. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെയും LCM കാണണം, ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. LCM = 3 5s are 15 ആൻഡ് ന്യൂമറേറ്ററിൽ 7 5s are 35 പ്ലസ് 2 3s are 6 = 41/15. ഓക്കെ, അപ്പോൾ നമ്മൾ 2 രീതിയിൽ ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് നമ്പർ ചെയ്തപ്പോഴും സെക്കൻഡ് നമ്പർ പ്ലസ് ഫസ്റ്റ് നമ്പർ എന്ന ഓർഡർ ചേഞ്ച് ചെയ്തപ്പോഴും നമുക്ക് ആൻസർ സെയിം എന്നാണ് കിട്ടിയിരിക്കുന്നത്. 41/15 2 കേസിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? 2/5 + 7/3 ഇറ്റ് ഈസ് ഈക്വൽ ടു 7/3 + 2/5. 2 കേസിലും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടിയത്. സോ ഓർഡർ ചേഞ്ച് ചെയ്ത് ആഡ് ചെയ്താലും നമുക്ക് ആൻസർ സെയിം ആണ് കിട്ടുന്നത്. ഇങ്ങനെ ഈ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? റേഷണൽ നമ്പേഴ്സ് ഫോളോസ് കമ്മ്യൂട്ടേറ്റിവിറ്റി. ഇൻ ജനറൽ വി ക്യാൻ റൈറ്റ് ഫോർ എനി 2 റേഷണൽ നമ്പേഴ്സ് A, B, A + B ഈസ് ഈക്വൽ ടു B + A. നെക്സ്റ്റ് നമുക്ക് സബ്ട്രാക്ഷൻ ഓപ്പറേഷനിൽ കമ്മ്യൂട്ടേറ്റിവിറ്റി ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. 2 റേഷണൽ നമ്പേഴ്സ് -2/3 ആൻഡ് 1/2. അതിൻ്റെ ഡിഫറൻസ് കാണാം. -2/3 - 1/2. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. സോ ഫൈൻഡ് ദ LCM. LCM of 3 and 2 is 6 and -2 × 2 minus 1 × 3 and this is equal to -4 - 3/6 and it is equal to, നിങ്ങൾക്കറിയാം ഇൻറ്റീജർ സബ്ട്രാക്ഷൻ ഈസ് -4
plus subtraction become addition and additive inverse of 3 by 6. Now additionൻ്റെ കേസിൽ എന്താണ് സെയിം സൈൻ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യാം, അതേ സൈൻ ചേർക്കാം. സോ 4 + 3 7 ആൻഡ് സൈൻ നെഗറ്റീവാണ് രണ്ടുപേരുടെ, സോ -7/6. ഇനി നമുക്ക് റിവേഴ്സ് ഇതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് ഇത് തന്നെയാണോ ആൻസർ കിട്ടുന്നതെന്ന് നോക്കാം. 1/2 മൈനസ് -2/3. നമ്മളെ നമ്പേഴ്സ് റേഷൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് -2/3 രണ്ടാമത്തത് 1/2 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം -2/3 - 1/2 കണ്ടു. ഇനി നമ്മൾ റിവേഴ്സ് ഓർഡറിൽ ഫസ്റ്റ് 1/2 എഴുതുക, സെക്കൻഡ് -2/3. ഇതിൻ്റെ ഡിഫറൻസ് എന്താ നോക്കാം. നേരത്തെ പോലെ തന്നെ LCM 6 ആണ്. 1 × 3 മൈനസ് -2 × 2 ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 3 മൈനസ് -2 × 2 എന്താണ് -4/6 ആൻഡ് ദിസ് ബിക്കം 3 plus -4 become +4/6 equal to 7/6. നോക്കുക ആൻസേഴ്സ്. ആദ്യത്തെ കേസിൽ നമുക്ക് -7/6 കിട്ടി. ഇപ്പോഴത്തെ കേസിൽ എന്താ കിട്ടിയത്? +7/6. നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഓർഡർ ചേഞ്ച് ചെയ്ത് ഫസ്റ്റ് മൈനസ് സെക്കൻഡ്, നെക്സ്റ്റ് കേസിൽ സെക്കൻഡ് മൈനസ് ഫസ്റ്റ്. ബട്ട് രണ്ട് പ്രാവശ്യം നമുക്ക് കിട്ടിയ ആൻസർ സെയിം അല്ല, രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു എക്സാമ്പിൾ കൊണ്ട് തന്നെ എന്ത് പറയാം? റേഷണൽ നമ്പേഴ്സ് ഡസ് നോട്ട് ഫോളോ കമ്മ്യൂട്ടേറ്റിവിറ്റി അണ്ടർ സബ്ട്രാക്ഷൻ. ഓക്കെ, ഇൻ ജനറൽ നമുക്ക് എന്ത് പറയാം? ഇഫ് a, b are two rational numbers, then a minus b is not equal to b minus a. സബ്ട്രാക്ഷൻ്റെ കേസിൽ ഓർഡർ ചേഞ്ച് ചെയ്താൽ നമുക്ക് ഒരേ ആൻസർ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അണ്ടർ സബ്ട്രാക്ഷൻ ഇറ്റ് ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദി കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലോട്ട് പോകാം. മൾട്ടിപ്ലിക്കേഷനിൽ കമ്മ്യൂട്ടേറ്റിവിറ്റി ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 7/4 × -1/2 ഇസ് ഈക്വൽ ടു 7 × -1/4 × 2 ഇസ് ഈക്വൽ ടു -7/8. ഇനി നമ്മൾ ഓർഡർ തിരിച്ചിട്ട് നോക്കാം. ഫസ്റ്റ് സെക്കൻഡ് നമ്പർ ആദ്യം എഴുതാം. -1/2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 7/4. സോ -1 × 7 ഡിവൈഡഡ് ബൈ 2 × 4 ഈക്വൽ ടു -7/8. അപ്പോൾ നമ്മളിനി എത്ര എക്സാമ്പിൾ ഏത് എക്സാമ്പിൾ എടുത്താലും ഇങ്ങനെ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുത്ത് നിർത്തുകയാണ്. അപ്പോൾ ഏത് രണ്ട് റേഷൻ നമ്പർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്താണ് അതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്താലും ആൻസർ ചേഞ്ച് ആകുന്നില്ല, സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ റേഷൻ നമ്പേഴ്സ് ഫോളോ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറയാം. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇഫ് a, b ആർ ടു റേഷണൽ നമ്പേഴ്സ് ദെൻ a into b അതിൻ്റെ പ്രോഡക്റ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു b into a. a into b ചെയ്താലും b into a ചെയ്താലും നമുക്ക് ആൻസർ സെയിം ആണ് കിട്ടുന്നത്. ഓർഡർ ചേഞ്ച് ചെയ്താലും റിസൾട്ട് മാറുന്നില്ല. ഓർ റേഷണൽ നമ്പർ ഈസ് കമ്മ്യൂട്ടേറ്റീവ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. നെക്സ്റ്റ് നമുക്ക് ഡിവിഷൻ്റെ കേസിലോട്ട് പോകാം. ഡിവിഷൻ്റെ കേസിൽ ഇത് കമ്മ്യൂട്ടേറ്റിവിറ്റി ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 3/4 ഡിവിഷൻ 7/5 ഇറ്റ് ഈസ് ഈക്വൽ ടു 3/4 ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് 7/5 ഇറ്റ് ഈസ് 5/7 ഈസ് ഈക്വൽ ടു 3 × 5/4 × 7 ഓർ ഈക്വൽ ടു 15/28. ഇനി നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്ത് നോക്കാം. 3/4 ഡിവിഷൻ 7/5 എന്നതിന് പകരം സെക്കൻഡ് നമ്പർ 7/5 ഡിവിഷൻ 3/4 ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 7/5 ഇൻറ്റു 4/3. 3/4ൻ്റെ റെസിപ്രോക്കൽ എഴുതാം. സോ 7 × 4 ഡിവൈഡഡ് ബൈ 5 × 3 ഈക്വൽ ടു 28/15. നമുക്ക് എന്താ ആൻസർ കിട്ടിയിട്ടുള്ളത്? ആദ്യത്തെ കേസിൽ 15/28 കിട്ടി, രണ്ടാമത്തെ കേസിൽ 28/15. ഈ രണ്ട് ആൻസറും ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് ഈ ഒരൊറ്റ എക്സാമ്പിൾ കൂടെ തന്നെ എന്ത് പറയാം? റേഷണൽ നമ്പർ ഈസ് നോട്ട് സാറ്റിസ്ഫൈ കമ്മ്യൂട്ടേറ്റിവിറ്റി അണ്ടർ ഡിവിഷൻ. ഓർ ഇൻ ജനറൽ ഇഫ് a, b are two rational numbers then a division b is not equal to b division a. ഇങ്ങനെ നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആയിട്ട് ഓർഡർ ചേഞ്ച് ചെയ്ത് ഡിവൈഡ് ചെയ്താൽ ഒരേപോലെയുള്ള ആൻസർ അല്ല കിട്ടുന്നത്. അതുകൊണ്ട് ഇത്
കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറയാം. നമുക്ക് അപ്പോൾ എന്ത് പറയാം, റേഷണൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ it follows commutativity, under multiplication it follows commutativity, but under subtraction and division it does not follow commutativity. Next, third property, associativity. ഈ അസോസിയേറ്റിവിറ്റി നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 3 നമ്പേഴ്സ് എങ്കിലും വേണം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ അഡീഷൻ്റെ കേസ് ചെക്ക് ചെയ്യാം. നമുക്ക് 3 നമ്പേഴ്സ് എടുത്ത എക്സാമ്പിൾസ് നോക്കാം. 2/3, 1/3 ആൻഡ് 7/2. ഞാൻ 3 റേഷൻ നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഈ 3 നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യണം. പക്ഷെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് ദെൻ അതിൻ്റെ റിസൾട്ട് മൂന്നാമത്തെ നമ്പേഴ്സിനോട് ആഡ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഈ അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എടുക്കുന്ന ഓർഡർ നമുക്ക് ഏത് 2 നമ്പർ ആദ്യം എടുക്കണം. ഇപ്പോൾ ഫസ്റ്റിൽ 2 എടുക്കാം, അല്ലെങ്കിൽ ലാസ്റ്റിൽ 2 എടുത്തിട്ട് ആഡ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് മറ്റ് തേർഡ് നമ്പറിനോട് ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്തിട്ടാണല്ലോ ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ആൻസർ ശരിയാണോ, അല്ലെങ്കിൽ ഒരേ ഓർഡർ തന്നെ ഫോളോ ചെയ്യണോ ആൻസർ കിട്ടാൻ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ 2/3 + 1/3 അതാണ് ഞാൻ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ആ ബ്രാക്കറ്റ് അവിടെ ഇട്ടത്. അതിനുശേഷം അതിൻ്റെ സമ്മ് നമ്മൾ തേർഡ് നമ്പറിനോട് ആഡ് ചെയ്യാം. സോ 2/3 + 7/3. ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. 2 + 1 3, 3/3. ഇനി നമ്മൾ അതിനോട് എന്ത് ആഡ് ചെയ്യണം, 7/2. LCM കാണണം. 6, 3 2s are 6 + 7 3s are 21 and it is equal to 27/6. ഇതാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ ഓർഡർ നമുക്ക് ഇങ്ങനെ അല്ലാതെ ലാസ്റ്റ് 2 നമ്പർ ആഡ് ചെയ്യാം. അങ്ങനെ നോക്കാം. അതായത് 2/3 + 1/3 + 7/2. ഞാൻ നമ്പേഴ്സ് ഇവിടെ അതിൻ്റെ ഓർഡർ ഒന്നും ചേഞ്ച് ചെയ്യാതെ നമുക്ക് തന്ന ഓർഡറിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഫസ്റ്റ് കേസിൽ ഇത് 2 ആഡ് ചെയ്തു പ്ലസ് തേർഡ് നമ്പർ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇതിൻ്റെ സമ്മ് കാണും, എന്നിട്ട് ഫസ്റ്റും ആ റിസൾട്ടും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 2/3 പ്ലസ് ഇവിടെ ഡിഫറെൻറ്റ് ഡിനോമിനേറ്ററാണ് LCM 6. 2 × 1 2 + 7 × 3 21 is equal to 2/3 plus 21 + 2 23/6. again നമുക്ക് LCM കാണണം. 3 and 6 ഇതിൻ്റെ LCM എന്താണ്, 6 ആണ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ വരിക 6 ആണ്. സോ ഇവിടെ 2 × 3 ഇതിൻ്റെ LCM 6 ആവണമെങ്കിൽ 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട്. 2 3s are 6. സോ 2 2s are 4. ഇവിടെ ചേഞ്ച് ഇല്ല, അതിന് ഓൾറെഡി 6 തന്നെയാണല്ലോ ഡിനോമിനേറ്റർ, അപ്പോൾ അത് ചേഞ്ച് ചെയ്യണ്ട. സോ ടോട്ടൽ 27/6. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ 2 കേസിൽ നമുക്ക് എന്തെന്നാ വന്നത്, 27/6 തന്നെയാണ് 2 കേസിലും വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ റേഷൻ നമ്പേഴ്സ് അസോസിയേറ്റീവ് അണ്ടർ അഡീഷൻ എന്ന് പറയാം. നമ്മൾ ഏത് എക്സാമ്പിൾ എടുത്താലും നമുക്ക് ഈ റൂള് ഫോളോ ചെയ്യാൻ കഴിയും. അപ്പോൾ ജനറലായിട്ട് നമുക്ക് എന്ത് പറയാം, നമ്മളെ കയ്യിൽ 3 റേഷണൽ നമ്പേഴ്സ് A, B, C എന്ന് 3 റേഷണൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെല്ലാം ആഡ് ചെയ്യാം, A + B + C ഈസ് സെയിം ആസ് A + B + C. അതായത് ആദ്യം 2 എണ്ണം ആഡ് ചെയ്യുന്നു, ദെൻ അതിൻ്റെ റിസൾട്ട് മൂന്നാമത്തതിനോട്. അങ്ങനെ ചെയ്താലും ലാസ്റ്റ് 2 എണ്ണം ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്നാമത്തേനോട് ആഡ് ചെയ്താലും നമുക്ക് സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അസോസിയേറ്റിവിറ്റി അണ്ടർ അഡീഷൻ. സോ റേഷൻ നമ്പർ ഫോളോസ് ദിസ് പ്രോപ്പർട്ടി അണ്ടർ അഡീഷൻ. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ്റെ കേസിൽ അസോസിയേറ്റിവിറ്റി ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാം. ലെറ്റ് us ടേക്ക് എക്സാമ്പിൾ. 2/3 - 3/4 - 1/2. ഓക്കെ, ഇതിന് നമ്മൾ ഇപ്പോൾ അസോസിയേറ്റിവിറ്റി പ്രകാരം നമ്മൾ ഏതെങ്കിലും 2 എണ്ണം ആദ്യം സബ്ട്രാക്ട് ചെയ്യുക, ദെൻ അതിൻ്റെ റിസൾട്ട് മൂന്നാമത്തതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യാം. സോ ഞാൻ ആദ്യം 2/3 - 3/4 ഇത് സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമുക്ക് 1/2 സബ്ട്രാക്ട് ചെയ്യാം. സോ ഇവിടെ നമുക്ക് എന്താണ്, ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. സോ 3 × 4 12. സോ 4 × 2 8 - 3 × 3 9. ഇവിടെ
എന്തുണ്ട്? മൈനസ് ഹാഫ്. ഇത് ഇങ്ങനെ തന്നെ വെക്കാം. നമുക്കിത് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം സബ്ട്രാക്ട് ചെയ്യാം. 8 minus 9 is -1/12 minus 1/2. Again different denominators. ഇതിൻ്റെ LCM എന്താ വരിക? 12 ആണ്. 12 -1 ഇങ്ങനെ തന്നെ വരും. പക്ഷേ 2ൻ്റെ ഡിനോമിനേറ്റർ 12 ആക്കണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 2s are 12. സോ ന്യൂമറേറ്ററിനെ 6 കൊണ്ട് ചെയ്താൽ 6 1s are 6 and it is equal to -7/12. ഇനി നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്ത് നോക്കാം. എങ്ങനെ? 2/3 minus 3/4 minus 1/2. ഞാൻ ആദ്യം ഇത് രണ്ടും ചെയ്യുന്നു. ദെൻ ആ റിസൾട്ട് 2/3യിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യാം. എന്താ ആൻസർ വരിക? 2/3 മൈനസ് ഇവിടെ ഇതിൻ്റെ ഡിനോമിനേറ്റർ 4 ആണ് വരിക. LCM 4 ആണ്. സോ 3ക്ക് ചേഞ്ച് വരുന്നില്ല. 2ൻ്റെത് 4 ആകുമ്പോൾ ഇവിടെ 2 × 2s are 4. സോ 2 × 1 2. And it is equal to 2/3 minus 3 minus 2 is 1/4. And again different LCM 3 and 4. Different denominators 3 and 4. So LCM equal to 3 4s are 12. And either 4 2s are 8 minus 3 1s are 3 is equal to 8 minus 3 5. 5/12. 5/12. അപ്പോൾ ഈ രണ്ട് കേസ് നോക്കാം. ആദ്യത്തെ കേസിൽ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? ആദ്യത്തെ കേസിൽ -7/12 ആയിരുന്നു. ഇപ്പോൾ കിട്ടിയ ആൻസർ എത്രയാണ്? 5/12. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ അസോസിയേറ്റിവിറ്റി എന്നുള്ള റൂള് സബ്ട്രാക്ഷൻ്റെ കേസിൽ ശരിയാവുന്നില്ല. അപ്പോൾ ജനറലായിട്ട് എന്ത് പറയാം? A, B, C ആർ റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ A minus B then minus C is not same as A minus B minus C. നെക്സ്റ്റ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്യാം. ലെറ്റ് us take 3 numbers, 3 rational numbers, -1/2, 2/3 and 7/5. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. -1/2 × 2/3 × 7/5. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ അതിൻ്റെ പ്രോഡക്റ്റ് മൂന്നാമത്തിനോട് മൾട്ടിപ്ലൈ ചെയ്യാം. -1 × 1/2 × 2/3. -1 × 2 it is -2/2 × 3 is equal to 6 × 7/5. So it is equal to -14/30. ഇനി നമുക്ക് ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്ത് നോക്കാം. -1/2 × 2/3 × 7/5. ഞാൻ ബ്രാക്കറ്റ് ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ -1/2 × ഞാൻ ആദ്യം ഈ ലാസ്റ്റ് രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കാണുന്നു. 2 × 7 14 /3 × 5 15 is equal to -14/30. അപ്പോൾ നോക്കൂ, നമ്മൾ ഫസ്റ്റ് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ അതിൻ്റെ റിസൾട്ട് മൂന്നാമത്തിനോട് ചെയ്തു. അതിൻ്റെ ആൻസർ -14/30. പിന്നെ ലാസ്റ്റ് രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ അതിൻ്റെ റിസൾട്ട് ഒന്നാമത്തതിനോട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോഴും റിസൾട്ട് എന്താണ് കിട്ടുന്നത്? സെയിം -14/30 തന്നെയാണ് രണ്ട് കേസിലും കിട്ടുന്നത്. അതിൽ നമുക്ക് എന്ത് പറയാം? ഇനി ഏത് എക്സാമ്പിൾസ് എടുത്താലും ഇങ്ങനെ തന്നെയാണ് ആൻസർ കിട്ടുക. നമുക്ക് എന്ത് പറയാം? Rational numbers satisfy associativity under multiplication, or in general, if A, B, C are rational numbers, then A into B into C is equal to A into B into C. ഡിവിഷൻ്റെ കേസിൽ അസോസിയേറ്റിവിറ്റി ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാം. ലെറ്റ് us take 3 rational numbers, 2/3, 1/4 and -7/2. Okay, so 2/3 division, 1/4 division, -7/2. സോ ഞാൻ ആദ്യം ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ആൻസർ നമുക്ക് ശേഷം മൂന്നാമത്തെ നമ്പറിനോട് ഡിവൈഡ് ചെയ്യും. സോ ദിസ് ഈക്വൽ ടു 2/3 division 1/4 become 2/3 into റെസിപ്രോക്കൽ 1/4 റെസിപ്രോക്കൽ 4/1. ഈ ഡിവിഷൻ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം.
and this is equal to 2 4s are 8 by 3. Then division negative 7 by 2 is equal to 8 by 3 into 2 negative 2 by 7, and the answer is negative 16 by 21. 2 8s are 16, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്, ദെൻ 3 7s are 21. ഇതാണ് നമ്മൾ ആദ്യത്തെ കേസിൽ കിട്ടി. ഇനി സെക്കൻഡ് നമുക്ക് ഓർഡർ ബ്രാക്കറ്റ് ലാസ്റ്റ് 2 ഇട്ടിട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ 2/3 ഡിവിഷൻ 1/4 ഡിവിഷൻ negative 7/2 ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇനി ബ്രാക്കറ്റ് ഇടാം. ഇസ് ഈക്വൽ ടു 2/3ക്ക് ചേഞ്ച് ഇല്ല, അങ്ങനെ തന്നെ എഴുതാം. ഇനി ബ്രാക്കറ്റിലുള്ളത് ആദ്യം സിംപ്ലിഫൈ ചെയ്യാം. 1/4 ഡിവിഷൻ ബിക്കം മൾട്ടിപ്ലിക്കേഷൻ, ആൻഡ് negative 7/2ൻ്റെ റെസിപ്രോക്കൽ negative 2/7. Again 2/3 is equal 2/3 division 1 into negative 2, it is negative 2 divided by 4 into 7, 28 is equal to 2/3 division become multiplication and reciprocal of 2/28. Negative 2/28 is negative 28/2, and this is equal to, we can cancel these 2's, 2 1s are and 2 1s are, so negative 28/3. നോക്കൂ, ആദ്യത്തെ കേസിൽ നമുക്ക് ആൻസർ കിട്ടിയത് negative 16/21, സെക്കൻഡ് കേസിൽ negative 28/3. അപ്പോൾ നമ്മൾ ഈ ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് സെയിം ആൻസർ അല്ല കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഡിവിഷൻ്റെ കേസിൽ റേഷണൽ നമ്പേഴ്സ് അസോസിയേറ്റിവിറ്റി ഫോളോ ചെയ്യുന്നില്ല. ഇൻ ജനറൽ വി ക്യാൻ സേ if a, b, c are rational numbers, then a division b division c not equal to a division b division c. നെക്സ്റ്റ് പ്രോപ്പർട്ടി അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0. അല്ലെങ്കിൽ 0 എന്ന റേഷണൽ നമ്പറിന് എന്താണ് അഡീഷൻ എന്ന ഓപ്പറേഷനിലുള്ള റോൾ ഓഫ് ദ നമ്പർ 0 എന്താ നോക്കാം. നമുക്കൊരു റേഷണൽ നമ്പർ എടുക്കാം, അതിനോട് 0 ആഡ് ചെയ്ത് നോക്കാം. നമുക്കറിയാം ഏത് നമ്പറിനോടും 0 ആഡ് ചെയ്താൽ നമുക്ക് ആ നമ്പറിന് ഒരു ചേഞ്ച് വരില്ല. 2/3 + 0 is same as 2/3. വാട്ട് ഈസ് 0 + 2/3? ലെഫ്റ്റിൽ ആഡ് ചെയ്താലും റൈറ്റിൽ ആഡ് ചെയ്താലും ആൻസർ അത് തന്നെയാണ് കിട്ടുന്നത്. ഈ ഒരു നെഗറ്റീവ് നമ്പർ എടുത്ത് ചെയ്ത് നോക്കൂ. 0 + negative 1/2 എന്ത് തന്നെയാണ്, ഒരു ചേഞ്ചും ഇല്ല, negative 1/2 തന്നെയാണ് വരിക. negative 1/2 + 0, അപ്പോഴും നമുക്ക് എന്ത് തന്നെ ആൻസർ കിട്ടുന്നത്, negative 1/2. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏതൊരു റേഷണൽ നമ്പർ എടുത്തിട്ടും അതിനോട് 0 ആഡ് ചെയ്താൽ ആ റേഷണൽ നമ്പറിന് ഒരു ചേഞ്ചും വരുന്നില്ല, സെയിം റേഷണൽ നമ്പർ തന്നെയാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ 0 എന്താ പറയുന്നത്, അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്നാണ് പറയുന്നത്. നമുക്ക് ജനറലായിട്ട് പറഞ്ഞാൽ ഫോർ എനി റേഷണൽ നമ്പർ a + 0 is equal to 0 and it is same as 0 + a, and 0 is known as additive identity of rational numbers. Next, multiplicative identity. ഇവിടെ നമ്പർ 1, നേരത്തെ നമ്മൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഏതായിരുന്നു 0 ആണെങ്കിൽ ഇവിടെ 1 എന്ന നമ്പറാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയിട്ട് വരുന്നത്. നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഏതൊരു നമ്പർ, ഒരു റേഷൻ നമ്പർ എടുത്ത് നമുക്കതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഏത് നമ്പർ എടുത്ത് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസറിന് ഒരു ചേഞ്ചും വരുന്നില്ല. 2/3 × 1 is same as 2/3. It is same as 1 × 2/3. 1 എന്ന നമ്പർ കൊണ്ട് നമ്മൾ ഏതൊരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പറിനൊരു ചേഞ്ചും വരുന്നില്ല. ഒരു നെഗറ്റീവ് നമ്പർ എടുത്ത് ചെയ്ത് നോക്കാം. negative 1/2 × 1 എന്താണ്, negative 1/2, and it is same as 1 × negative 1/2. ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്താലും റൈറ്റിൽ മൾട്ടിപ്ലൈ ചെയ്താലും 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ നമ്പറിന് ഒരു ചേഞ്ചും വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഫോർ എനി റേഷണൽ നമ്പർ a × 1 is equal to a equal to 1 × a, and this 1 is called, the rational number 1 is called the multiplicative identity of rational numbers. Next, additive inverse or negative of a number. അപ്പോൾ നമുക്ക് ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. 2/3 + negative 2/3 എന്താ ആൻസർ വരുന്നത്, സെയിം ഡിനോമിനേറ്ററാണ്,
2 plus negative 2. 2 plus negative 2 is 0. 0 by 3 or it is equal to 0. What about negative 2 by 3 plus 2 by 3? It is also equal to 0. Negative 2 plus 2 by 3 or is equal to 0. Another example, negative 1 by 2 plus 1 by 2. It is equal to negative 1 plus 1 by 2 or it is 0 by 2 or equal to 0. It is same as 1 by 2 plus negative 1 by 2. നമ്മൾ എന്താ കണ്ടത്? ഒരു നമ്പർ അതിൻ്റെ നെഗറ്റീവ് ആഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? 0. അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പർ പ്ലസ് അതിൻ്റെ പോസിറ്റീവ് ഇൻറ്റീജർ ആഡ് ചെയ്താൽ എന്താ കിട്ടുന്നത്? 0. സോ നമുക്കത് ജനറലായിട്ട് എന്ത് പറയാം? ഒരു റേഷൻ നമ്പർ എ പ്ലസ് ആ നമ്പറിൻ്റെ നെഗറ്റീവ് എ ആഡ് ചെയ്താൽ നമുക്ക് എപ്പോഴും എന്താ കിട്ടുന്നത്? 0. അപ്പോൾ എ പ്ലസ് നെഗറ്റീവ് എ ഗീവ്സ് 0. 0 എന്തായിരുന്നു? ഐഡൻറ്റിറ്റി, അഡിറ്റീവ് ഐഡൻറ്റിറ്റീനെയാണ് നമ്മൾ 0 എന്ന് പറയുന്നത്. നമുക്കറിയാം, നേരത്തെ നമ്മൾ കണ്ടതാണ്. 0 ഈസ് ദി അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഓഫ് റേഷണൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് അഡിറ്റീവ് ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? ഒരു റേഷൻ നമ്പർ, ഏതൊരു റേഷൻ നമ്പറിനോടും ഏത് നമ്പർ ആഡ് ചെയ്തിട്ടാണോ 0, അതായത് അഡിറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടുന്നത്, അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്ത നമ്പറിനെ ഫസ്റ്റ് നമ്പറിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയാം. തിരിച്ചും പറയാം, സെക്കൻഡ് നമ്പർ ഫസ്റ്റ് നമ്പറിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സാണ്, ഫസ്റ്റ് നമ്പർ സെക്കൻഡിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സാണ്. അതായത് എനോട് നെഗറ്റീവ് എ ആഡ് ചെയ്തപ്പോൾ 0 ആണ് കിട്ടിയത്. അതുപോലെ നെഗറ്റീവ് എനോട് എ ആഡ് ചെയ്താലും എന്ത് തന്നെയാണ് കിട്ടുന്നത്? ദ ഐഡൻറ്റിറ്റി 0. സോ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്താ പറയുക? ദേ ആർ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ. ആഡ് ചെയ്താൽ 0 കിട്ടുകയാണെങ്കിൽ ആ രണ്ട് നമ്പറിനെ നമുക്ക് എന്ത് പറയാം? ദേ ആർ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ. പിന്നെ നമുക്ക് എക്സാമ്പിളിന് വ്യക്തമാണ് എന്താണ്? സെയിം നമ്പർ തന്നെയാണ് എടുക്കുന്നത്, ജസ്റ്റ് ഓപ്പോസിറ്റ് സൈൻ. അപ്പോൾ എപ്പോഴും അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നമ്പർ നമുക്കൊരു പോസിറ്റീവ് നമ്പറാണ് തന്നതെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് നമ്പറായിരിക്കും അതിൻ്റെ ഇൻവേഴ്സ്. ഒരു നെഗറ്റീവ് നമ്പർ തന്നിട്ട് അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ചോദിച്ചാൽ ആ നമ്പറിൻ്റെ പോസിറ്റീവ് ആയിരിക്കും അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ അതിനെ റെസിപ്രോക്കൽ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സിൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു നമ്പറിനോട് അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആഡ് ചെയ്താൽ അവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? 0. ദ ഐഡൻറ്റിറ്റി, അഡിറ്റീവ് ഐഡൻറ്റിറ്റിയാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൻ്റെ കേസിൽ എന്ത് പറയാം? ഒരു റേഷൻ നമ്പറിനോട് അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടേണ്ടത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയിട്ടുള്ള 1 കിട്ടണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ 1 by 2, അതിനോട് നമുക്ക് 2 by 1 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്താ കിട്ടുക? 1 into 2 by 2 into 1 is equal to 2 by 2 or it is equal to 1. നെഗറ്റീവ് ഇൻറ്റീജർ എടുത്ത് നോക്കാം. നെഗറ്റീവ് 3 by 4 ഇൻറ്റു അതിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? നെഗറ്റീവ് 4 by 3 is equal to negative 3 into negative 4 by 4 into 3 or negative into negative positive 3 4s are 12 by 12 equal to 1. നമുക്ക് ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1. ഇവിടെ ഒരു റേഷൻ നമ്പർ അതിൻ്റെ റെസിപ്രോക്കലും മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? 1 ആണ് കിട്ടിയത്. ഈ 1 എന്ന് പറഞ്ഞാൽ ആരാണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ 1. അപ്പോൾ നമുക്ക് ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ പറ്റി എന്ത് പറയാം? ഒരു റേഷൻ നമ്പറിനോട് ഏത് റേഷൻ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണോ ആൻസർ 1 കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മളെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടുന്നത്, അപ്പോൾ നമുക്ക് എന്ത് പറയാം? അവരെ രണ്ടുപേരെയും ദേ ആർ ഇൻവേഴ്സസ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ എന്ന് പറയാം. നമുക്ക് ജനറലായിട്ട് എന്ത് പറയാം? ഇഫ് എ ബൈ ബി ഈസ് എ റേഷൻ നമ്പർ, then the rational number c by d is said to be the multiplicative inverse of a by b if a by b into c by d is equal to 1. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ മനസ്സിലായത്? ഈ സി ബൈ ഡി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എ ബൈ ബിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ ഒരു നമ്പർ തന്നാൽ അതിനോട് അതിൻ്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 1 കിട്ടുന്നത്.
അതുകൊണ്ട് തന്നെ എന്ത് പറയാം, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിപ്രോക്കൽസ് ആയിരിക്കും. ഒരു നമ്പർ തന്നാൽ അതിൻ്റെ റെസിപ്രോക്കലാണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. തിരിച്ചും സെക്കൻഡ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സാണ് ഫസ്റ്റ് നമ്പർ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്തെന്നെ കിട്ടുന്ന ആൻസർ 1 ആണ്. വാട്ട് അബൌട്ട് 0? നമുക്കറിയാം 0യും എന്താണ്, ഒരു റേഷണൽ നമ്പറാണ്. 0ൻ്റെ റെസിപ്രോക്കൽ എന്താണ്, 1/0. ബട്ട് ഇറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇതുവരെ ഡിഫൈൻ ചെയ്യാത്ത നമ്പറാണ് ഡിവിഷൻ ബൈ 0. സോ 0ൻ്റെ കേസിൽ നമുക്കതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ബാക്കി എല്ലാ നമ്പേഴ്സിൻ്റെ റേഷണൽ നമ്പേഴ്സിന് എന്തുണ്ട്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് അതിൻ്റെ റെസിപ്രോക്കൽ തന്നെ ആയിരിക്കും അവരുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ നമ്മൾ റേഷണൽ നമ്പേഴ്സിൻ്റെ കളക്ഷനിൽ എന്തുണ്ട്, അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയിട്ടുള്ള 0 ഉണ്ട്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1 ഉണ്ട്. അതുപോലെ എല്ലാ റേഷണൽ നമ്പേഴ്സിനും അഡിറ്റീവ് ഇൻവേഴ്സസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 0ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്, 0 തന്നെയാണ്. 0 + 0 = 0. ഇവിടെ നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ളൊരു സംഭവം വരുന്നില്ല. 0ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് 0 തന്നെയാണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൻ്റെ കേസ് വരുന്ന നേരം 0 ഒഴിച്ച് ബാക്കി എല്ലാ നമ്പേഴ്സിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. റെസിപ്രോക്കലാണ് അവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓർ അഡീഷൻ. നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആണ് എന്താണ്, നമ്മൾ സപ്ലൈ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഓപ്പറേഷൻ നമ്മൾ ഓവർ അഡീഷൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, നമുക്ക് എക്സാമ്പിൾ ചെയ്യാം. 2 × 3 + 7. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ബ്രാക്കറ്റോട് കൂടി വരികയാണ്. ആദ്യം ബ്രാക്കറ്റിലുള്ളത് സിംപ്ലിഫൈ ചെയ്യണം, അതിന് ശേഷമേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 3 + 7 = 10. സോ 2 × 10 = 20. ഇതിനെ തന്നെ നമുക്കൊന്ന് മൾട്ടിപ്ലിക്കേഷനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോക്കാം. എങ്ങനെ, 2 × ബ്രാക്കറ്റിലെ ഫസ്റ്റ് നമ്പർ 3. ഓക്കെ, 2 × 3. ദെൻ പ്ലസ് and again distribute the multiplication to the second number in the bracket, that is 2 × 7. add ചെയ്ത് നോക്കാം. 2 × 3 is 6 plus 2 × 7 is 14. again we get the answer 20. so we can say here 2 × 3 + 7 is equal to 2 × 3 plus 2 × 7. ഇനി നമുക്ക് P/Q ഫോമിലുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 3 റേഷണൽ നമ്പേഴ്സ് എടുക്കാം. 2/3, 7/3 and 5/2. 2/3 × 7/3 plus 5/2. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആദ്യം 2/3 നമ്മളൊന്നും ചെയ്യുന്നില്ല. മൾട്ടിപ്ലിക്കേഷൻ്റെ മുന്നേ ബ്രാക്കറ്റിലുള്ളത് സോൾവ് ചെയ്യാം. ബ്രാക്കറ്റിൽ എന്താ ഉള്ളത്, 7/3 plus 5/2. ഇപ്പോൾ ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് ആണ്. LCM കാണണം. LCM of 3 and 2 it is 6. So we multiply 7 with 2, 7 2s are 14, plus multiply 5 with 3, it is equal to 15. So we get 2/3 × 14 plus 15 എന്താണ്, 29. 29/6. again ഇനി നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്കിവിടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 2 1s are and 2 3s are 6. ഇവിടെ എന്താണ്, മൾട്ടിപ്ലിക്കേഷനാണ്. അതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കോമൺ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്യാം. സോ അഗൈൻ ദിസ് ഈസ് ഈക്വൽ ടു 29/9. ഇനി നമുക്കിതിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കേസ് നോക്കാം. 2/3 × 7/3, 2/3 × 7/3 plus again we distributing 2/3 × 5/2. ഇനി ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു 2/3 × 7/3 മൾട്ടിപ്ലിക്കേഷൻ. 2 7s are 14 ഡിവൈഡഡ് ബൈ 9 പ്ലസ് സെക്കൻഡ് കേസിൽ ഇവിടെ 2 × 5 10/6. സോ നമുക്കിത് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് 9 and 6ൻ്റെ LCM കാണണം. ഇവിടെ 9ഉം 6ഉം കോപ്രൈം നമ്പേഴ്സ് അല്ല, അവർക്ക് കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്കൊന്ന് LCM കാണാം യൂഷ്വൽ മെത്തേഡിൽ. 9, 6. 3 ഉപയോഗിച്ച് ചെയ്യാം. 3 3s are 9, 3 2s are 6. again 3 1s are 3, 2 പോലെ അപ്പോൾ 2 ഇറക്കിയിടുക. again 2 ഉപയോഗിച്ച് ചെയ്യാം. 2 1s are 1 ഇറക്കിയിടുക. then 2 1s are 2. സോ LCM എന്താണ് ഇവിടെ,
LCM equal to 3 into 3 into 2 equal to 9 into 2 18. LCM 18 ആണ്. സോ ഡിനോമിനേറ്ററിൽ 18 വരണം. അപ്പോൾ 18 ആകുന്ന രീതിയിൽ നമ്മൾ ഈ ഫസ്റ്റ് റേഷൻ നമ്പറിനെയും സെക്കൻഡ് റേഷനൊക്കെ ചേഞ്ച് ചെയ്യണം. 9 18 ആവണമെങ്കിൽ 9 2s are 18. സോ 14 2s are 28 പ്ലസ് 6ന് 18 ആക്കണമെങ്കിൽ 6ന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട്. 6 3s are 18. സോ 10 is also multiplied with 3. 10 3s are 13. Okay. So answer is 58 divided by 18. നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. 2 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 2 2s are 4, ബാലൻസ് 1. 18ൽ 2 9s are 18 and ഇത് 2 9s are 18. So ഫൈനലി ആൻസർ ഈസ് 29/9. നോക്കാം, നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ആദ്യം ബ്രാക്കറ്റ് സോൾവ് ചെയ്തതിന് ശേഷം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും ബ്രാക്കറ്റ് നമ്മൾ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും നമുക്ക് രണ്ട് കേസിൽ എന്ത് തന്നെ കിട്ടിയത്? സെയിം ആൻസർ 29/9 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇനി ഏത് രണ്ട് റേഷൻ നമ്പേഴ്സ് എടുത്ത് ഇങ്ങനെ ചെയ്താലും നമുക്ക് സെയിം ആൻസർ തന്നെ ഇങ്ങനെ തന്നെയാണ് കിട്ടുക. സോ നമുക്ക് എന്ത് പറയാം? മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ ഇൻ റേഷണൽ നമ്പേഴ്സ്. In general, we can say if A, B and C are three rational numbers, then A into B plus C is equal to, ഇവിടെ നോക്കുക, ഞാൻ ഇൻറ്റുവിൻ്റെ സൈൻ ഇടേണ്ട ആവശ്യമില്ല. ഈ ബ്രാക്കറ്റ് എ പുറത്തിട്ട് ഇതെങ്ങനെ ബ്രാക്കറ്റ് എഴുതുക? അതിൻ്റെ മീനിങ് എന്താണ്? എ മൾട്ടിപ്ലൈഡ് വിത്ത് ദിസ് ബ്രാക്കറ്റ്. ഓക്കെ, സോ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഫസ്റ്റ് എ വിത്ത് ബി. സോ എ ഇൻറ്റു ബി, ഓർ ഇറ്റ് ഈസ് റിട്ടൺ ആസ് എ ബി. ദെൻ നമ്മൾ അഡീഷൻ സൈൻ ഇട്ടു. അഗൈൻ വി ഡിസ്ട്രിബ്യൂട്ടിങ് എ ഇൻറ്റു സി. സോ ഇറ്റ് ഈസ് എ സി. സോ വി ക്യാൻ സേ എ ഇൻറ്റു ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് എ സി. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ സബ്ട്രാക്ഷൻ നോക്കാം. ഫോർ എക്സാമ്പിൾ 2/3 ഇൻറ്റു 1/5 മൈനസ് 3/5 is equal to 2/3 into 1 minus 3/5, or it is 2/3 into negative 2/5, or it is equal to negative 4/15. ഇനി നമുക്കിതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നോക്കാം. 2/3 into 1/5 minus 2/3 into 3/5. ഇറ്റ് ഈസ് ഈക്വൽ ടു, ആദ്യം ഇത് ചെയ്യാം. 2/3 into 1/5 ഈസ് 2/15 മൈനസ് 2/3 into 3/5 ഈസ്, നമുക്കിവിടെ 3 ക്യാൻസൽ ചെയ്യാം. ഇറ്റ് ഈസ് 2 ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് സെയിം ഡിനോമിനേറ്റർ വേണമല്ലോ. 2 into 3 6/15 ആൻഡ് ആൻസർ ഈസ് 2 minus 6/15, ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു negative 4/15. സോ സബ്ട്രാക്ഷൻ്റെ കേസിൽ നമുക്ക് ഈ രണ്ട് രീതിയിൽ ചെയ്തപ്പോൾ എന്ത് തന്നെയാണ് കിട്ടിയത്? സെയിം ആൻസർ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ജനറലായിട്ട് എന്ത് പറയാം? എ ഇൻറ്റു ബി മൈനസ് സി. ഇഫ് എ കോമ ബി കോമ സി ആർ ത്രീ റേഷണൽ നമ്പേഴ്സ്, ദെൻ എ ഇൻറ്റു ബി മൈനസ് സി ഇറ്റ് ഈസ് സെയിം ആസ് എ ബി മൈനസ് എ സി. അത് എ ഇൻറ്റു ബി ആദ്യം ചെയ്യുക, ദെൻ എ സിയും ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടാലും അതുപോലെ ഇങ്ങനെ ഡയറക്റ്റ് ഇതിൻ്റെ ഡിഫറൻസ് കണ്ട് എനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. സോ വി ക്യാൻ സേ ഇൻ ദ കേസ് ഇൻ ദി collection of rational numbers, the multiplication is distributive over addition and it is also distributive over subtraction.